ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഇറച്ചി കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിലോട്ട് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 സവാള കുഞ്ഞതായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. പിന്നെ ഇതിലോട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലയും കുഞ്ഞതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എഗ്ഗാണ്. ഞാൻ 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാൻ 1 ഗ്ലാസിൻ്റെ അളവിൽ 1 ഗ്ലാസ് മൈദ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 5 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള മൈദ ഇതിലോട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഈ നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള മസാലയിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയുള്ള പാത്രം ഞാൻ എണ്ണ തടവിയിട്ട് ഒന്ന് മൈദപ്പൊടി ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ഒന്ന് തട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രം ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ പാത്രം ഈ ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.